മലയാറ്റൂരിൽ വിദ്യാർത്ഥി ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്ത് അലൻ എന്ന് തെളിഞ്ഞു. സംശയത്തെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ പെൺകുട്ടിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അലൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചെന്നാണ് വിവരം. ഈ അലൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്തായി മദ്യപാനവും ഇനി മയക്കുമരുന്നുണ്ടെന്ന് അതിലേക്ക് മാറിയപ്പോഴാണ് ഇയാളുടെ സ്വഭാവം അടിമുടി മാറിയത് എന്നാണ് നാട്ടിലെ ചില ആളുകൾ നമ്മോട് പറയുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം only we can confirm the cause of death, identify the motive that we will review in the evening. Okay, right now investigation going on. Okay, suspects are there but there is no formal arrest. Okay. ഇന്നലെയാണ് മലയാറ്റൂരിന് സമീപം നടത്തിയ തെരച്ചിലിൽ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിനു മുമ്പ് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. മലയാറ്റൂരിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. അല്പസമയം മുമ്പ് പെരുമ്പാവൂർ ACP കാലടി പോലീസ് സ്റ്റേഷനിലെത്തി അലനെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയിരിക്കുകയാണ്. 10:10 ഈ ചിത്രപ്രിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇങ്ങനെയാണ്. ശനിയാഴ്ച ചിത്രപ്രിയയെ കാണാതാകുന്നു. പിന്നാലെ കുടുംബം കാലടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. പരാതിയിന്മേൽ കാലടി പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പ്രാഥമികമായി അന്വേഷണം നടത്തി ചില CCTV ദൃശ്യങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. ഇന്നലെയാണ് ചിത്രപ്രിയയുടെ മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് ലഭിച്ചത്. അതൊരു തുറസായ പ്രദേശമാണ്. പക്ഷേ ആരുടെയും ശ്രദ്ധയിൽ ആ മൃതദേഹം പെട്ടിരുന്നില്ല. പിന്നീട് ഇന്നലെ വൈകിട്ടോടുകൂടി മൃതദേഹം കണ്ടെത്തി. തുടർന്ന് ഈ CCTV കേന്ദ്രീകരിച്ച പരിശോധനയിലാണ് ചിത്രപ്രിയ ഒരു ആളുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചത്. ആ ദൃശ്യത്തിലുള്ള ആള് ഇവിടെ ഈ കാലടി പ്രദേശത്ത് തന്നെയുള്ള അലനാണ് എന്ന് പോലീസ് കണ്ടെത്തി. അലനെ വിളിച്ച് ചോദ്യം ചെയ്തു. അതിനുശേഷം അയാളിനെ വിട്ടയച്ചു. പക്ഷേ പിന്നീട് സംശയം ബലപ്പെട്ട ഘട്ടത്തിൽ അലനെ ഒരിക്കൽ കൂടി വിളിച്ച് ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് താൻ തന്നെ ഈ ചിത്രപ്രിയയെ കൊലപ്പെടുത്തി എന്ന വിവരം അലൻ പോലീസിനോട് പറഞ്ഞത്. സംശയം, അതായത് ചിത്രപ്രിയക്ക് മറ്റാരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന് പറയുന്നുണ്ട്. ചിത്രപ്രിയയെ കാണാതായതിന് തൊട്ട് അടുത്ത ദിവസം മുതൽ തന്നെ അലനൊപ്പമായിരുന്നു ഈ പെൺകുട്ടി ഉണ്ടായിരുന്നതും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിൽ ബാറിലടക്കം പോയതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. ഈ മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കുണ്ടോ എന്നുള്ള പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ CCTVയിൽ 2 മറ്റ് യുവാക്കളെ കൂടി കണ്ടിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. 19 വയസ്സ് മാത്രമാണ് ചിത്രപ്രിയയുടെ പ്രായം. അലന് 21 വയസ്സാണ് പ്രായം. രണ്ടുപേരും യുവാക്കളാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിലുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായ ശേഷമായിരിക്കും അലന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുക. വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.